നന്മയുടെ ഒരു സുപ്രഭാതം 15/11/2024. ഒരു മനുഷ്യൻ എപ്പോഴും നന്മ മാത്രം കാണുന്നവനാണ് എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടോ? നന്മ മാത്രം പ്രവർത്തിക്കുന്നവനാണ് എന്ന് ചിന്തയുണ്ടോ? തീർച്ചയായും അങ്ങനെ ചിന്തയുള്ളവരായിട്ട് ആരുമില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, 24 മണിക്കൂറിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നന്മയുടെയും തിന്മയുടെയും ഒരു കോമ്പിനേഷനാണ്, ഒരു സമ്യക്കാണ്. നമ്മളിൽ നന്മയുണ്ട്, നമ്മളിൽ തിന്മയുണ്ട്. ഉദാഹരണത്തിന് മറ്റൊരു കാര്യം പറയാം. നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് മനസ്സിൽ ചിന്തിച്ച് അതിന് രൂപകൽപ്പന ചെയ്തുകൊണ്ട് തുടങ്ങുമ്പോൾ അറിയാതെ നിങ്ങളുടെ മനസ്സിൽ ഇത് വിജയിക്കുമോ, ഇത് പരാജയപ്പെടുമോ, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? അവിടെ നിങ്ങളുടെ ചിന്തയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വ്യവഹാരം നമ്മുടെ മനസ്സിൽ നടക്കും. അത് വേണ്ട എന്ന് പറയുന്നത്. അപ്പം ചിന്ത ആശയമാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചില കാര്യങ്ങളെ നമ്മുടെ മനസ്സുകൊണ്ട് റെസിസ്റ്റ് ചെയ്യും. ഇത് മനുഷ്യ മനസ്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്മയെ തല്ലിയാൽ 2 വർഷം എന്ന് പറയാറില്ലേ? അതുകൊണ്ട് ഒരു മനുഷ്യൻ നന്മയുടെയും തിന്മയുടെയും ഒരു സമാഹരണമാണ്. ഇനി എന്താണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്ത എന്ന് ചോദിച്ചാൽ, ഒരാളെ അദ്ദേഹത്തിൻ്റെ നന്മയോടും തിന്മയോടും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അവിടെയാണ് മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നത്. ഒരാളെ പൂർണ്ണമായിട്ട് വിശുദ്ധനാക്കിയിട്ട് പൂർണ്ണമായിട്ട് നല്ല മനുഷ്യനാക്കി നിങ്ങൾക്ക് ആർക്കും സ്നേഹിക്കാൻ സാധിക്കത്തില്ല. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് അവളുടേതായ നന്മയുണ്ട്, അവളുടെ തിന്മയുണ്ട്. പുരുഷനാണെങ്കിലും അവർക്ക് നന്മയുണ്ട്, തിന്മയുണ്ട്. ഈ നന്മയും തിന്മയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നിടത്താണ് സമൂഹത്തിൻ്റെ ജീവിതം നല്ലതാകുന്നത്. അതുകൊണ്ട് തിന്മയുള്ളവരെ നമ്മൾ കളയുകയോ ഉപേക്ഷിക്കുകയോ ആർക്കും വേണ്ടാത്തവരെ തള്ളിക്കളയുകയല്ല വേണ്ടേ. അവരെ കൂടെ ചേർത്തെടുക്കുന്നിടത്താണ് സമൂഹത്തിൻ്റെ ജീവിതമുള്ളത്, മനുഷ്യത്വത്തിൻ്റെ ജീവിതമുള്ളത്. ഞാൻ ചരിത്രത്തിൽ നിന്ന് 2 ഉദാഹരണങ്ങൾ കാണിക്കാം. നമ്മൾ പാർത്ഥൻ, അതായത് മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, പാർത്ഥൻ നീ എന്തുകൊണ്ട് വിമുഖനായി നിൽക്കുന്നു, അമ്പെയ്യുക. കർണൻ തൻ്റെ തേര് മണ്ണിനകത്തേക്ക് പൊതിഞ്ഞു പോകുമ്പോൾ തോളലിൽ താഴ്ത്തി വെച്ചുകൊണ്ട് തന്നെ ഉയർത്താൻ പരിശ്രമിക്കുകയാണ്. അപ്പം നിരായുധനാണ്. അപ്പം നിരായുധനെ അമ്പെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം നിരായുധന് അത് പ്രാർത്ഥന പറയുന്നത്, പ്രാർത്ഥന ശങ്കിക്കേണ്ട, അമ്പെയ്തുകൊള്ളുക എന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്കൊരു അവതാര പുരുഷൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് ഉള്ളതുകൊണ്ട് അത് തിന്മയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു വായനക്കാരന് അത് തെറ്റായിപ്പോയല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ ആ തെറ്റ് ചരിത്രത്തിലുണ്ട്. ബൈബിളിലെ അകാലജാതം എന്നറിയപ്പെടുന്ന സെൻറ്റ് പോൾ യേശുക്രിസ്തുവിനെ ഭയങ്കരമായിട്ട് യേശുക്രിസ്തുവിൻ്റെ അനുയായികളെ ഉപദ്രവിച്ച ഒരാളാണ്. പിന്നീട് അയാൾ വിശുദ്ധ പൗലോസായിട്ട് 14 ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. ഇങ്ങനെ ചരിത്രത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് എന്ന് പറയപ്പെടുന്ന ആൾക്ക് അവിഹിത ബന്ധത്തിലൊരു സന്താനം ഉണ്ടായതിനു ശേഷമാണ് പുള്ളി സന്യാസത്തിലേക്ക് തിരിയുന്നത്. കായനും അബേലും യഹൂദ സമുദായത്തിൻ്റെയും ഇസ്ലാം സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും തലത്തൊറ്റപ്പൻ കായൻ. ആദത്തിൻ്റെ മക്കൾ. കായൻ ഹാബേൽ എന്ന് പറയപ്പെടുന്ന സഹോദരനെ കൊന്ന ആളാണ്. അപ്പം ചരിത്രത്തിലൊരു കാര്യം ഓർക്കുക, കുറവുകൾ ഉള്ളവനെയും ചേർത്തെടുത്ത് കൂടെ നിർത്തിയിട്ടുള്ള ഒരു ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇന്ന് നിർത്തുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ശുദ്ധരാവണമെന്നില്ല, കുറവുള്ളവരുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ആ കുറവുള്ളവരെ കൂടെ ചേർത്തെടുക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. തള്ളിക്കളയരുത്. ഇനിയും അടുത്തത് എത്ര വലിയ വിശുദ്ധനായിക്കട്ടെ, ഇവിടുത്തെ വലിയ മാർപ്പാപ്പയാകട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ ബിഷപ്പാകട്ടെ, ഇവിടുത്തെ വലിയ സന്യാസ ശ്രേഷ്ഠന്മാർ ശങ്കരാചാര്യരെ പോലുള്ള വലിയവരാകട്ടെ, അല്ലെങ്കിൽ നബി തിരുമേനിയോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രവാചക വൃന്ദത്തിലെ അവസാനത്തെ കണ്ണി എന്ന് പറയപ്പെടുന്ന നബി തിരുമേനിയുടെ പിൻഗാമികളാകട്ടെ, ഇവരെല്ലാം നന്മ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നന്മ തിന്മകളുടെ സമുച്ചയത്തിൽ ചെളിയിൽ പൂണ്ട് കിടക്കുന്നവനെ കൈകൊണ്ടൊന്ന് പിടിച്ചുയർത്താൻ സാധിക്കുന്ന മനുഷ്യർ കുറേ പേര് ലോകത്തിലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തള്ളിക്കളയുന്നിടത്തല്ല, തള്ളപ്പെട്ടവനെ ചേർത്തെടുക്കുന്നിടത്താണ് മനുഷ്യത്വത്തിൻ്റെ വിശുദ്ധിയും നന്മയും നിലനിൽക്കുന്നത്. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ.